പ്രിയ സനശ്രീ വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എന്തായി കാണിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാവോ? നമ്മുടേതായി ഈ കോഴിക്കുണ്ടല്ലോ, കണ്ണ് കാണില്ല കണ്ടോ, തീറ്റ കൊണ്ട് കൊടുത്തിട്ടും അതിന് കാണത്തില്ല കഴിക്കാൻ. ഞാനതൊക്കെ ഇപ്പോൾ വെള്ളമില്ലാത്ത ഇതിനകത്ത് പോയി വെള്ളം തപ്പുണ്ടോ, അതിന് കണ്ണ് കാണില്ല. അതിന് കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? ഞാൻ ചെയ്ത ഒരു തെറ്റിൻ്റെ ഫലമാകട്ടോ. പക്ഷെ എന്നാലും ഉണ്ടല്ലോ, അവളെ എന്നും എനിക്ക് ഓരോ മുട്ട തരും. അതുകൊണ്ട് എനിക്കൊന്നും അതിനെ ചെയ്യാം. അത് തന്നെയല്ല, നമുക്കൊരാൾക്ക് വയ്യാതെ വന്നാൽ നമ്മളിപ്പോൾ കൊന്നുകളയോ ഒന്നുമില്ലല്ലോ. ഞാൻ ചെയ്ത തെറ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? നിങ്ങൾ കോഴിയെ വളർത്തുന്നവരൊക്കെയാണെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഞാനൊരു ദിവസം എന്തോ ചെയ്തെന്നറിയാവോ? കുറച്ച് ഇവൾക്ക് പനി വന്നപ്പോൾ ഇവർക്ക് 2 പേർക്കാണ് കേട്ടോ പനി വന്ന്. ഇവർക്ക് വീഡിയോ, ഞാൻ ഫുഡൊക്കെ വാരി കൊടുക്കുന്നതും എടുക്കുന്നതും ഒക്കെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും അത് പോസ്റ്റ് ചെയ്തില്ല, കാരണം എൻ്റെ 2 കോഴി വയ്യാന്ന് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊന്നും ചെയ്തില്ലേ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവൾ കണ്ടു കേട്ടോ, തീറ്റ കണ്ടു. അത് കൊത്തുവൈനി നമ്മളിങ്ങനെ ഒന്ന് കൈയൊക്കെ തട്ടി അങ്ങോട്ട് കാണിച്ചു കൊടുത്തു. ഒരു വാക്ക് അവൾക്ക് കണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ അവളങ്ങ് തിന്നും. അവിടെ നിന്ന് ഒന്ന് ആലോചിച്ച് നോക്കി, ജനിച്ചപ്പോൾ തൊട്ട് കണ്ണ് കാണാമായിരുന്നു, ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് കണ്ണ് കാണാതെ പോകുന്ന ഒരവസ്ഥ നമ്മളൊന്ന് ആലോചിക്കുക. നമുക്കായാലും അങ്ങനെ ഒരു അവസ്ഥ വരുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ചെയ്ത ഒരു പണിയാണെങ്കിൽ പോലും ഞാൻ എന്താ പറയുന്നത്, എനിക്കത് സഹിക്കാനും എനിക്കങ്ങോട്ട് ഓർക്കുമ്പോൾ അങ്ങ് വിഷമമായി. ഇപ്പോൾ 1 മാസത്തോളമായി ഞാനിത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് പോലും ആഗ്രഹിച്ചല്ല. പക്ഷേ എന്നെപ്പോലുള്ള മന്ദബുദ്ധികൾ ആരെങ്കിലും മണ്ടത്തരം കാണിക്കാതിരിക്കാനാണ് ഞാനിത് നിങ്ങളോടുകൂടെ ഷെയർ ചെയ്യുന്നത്. എന്തുവാണെന്നറിയാവോ? ഞാനൊരു ദിവസം ഇവർക്ക് പനി വന്ന് മരുന്നുകളൊക്കെ കൊടുത്തിട്ടൊന്നും ഒരു കുറവില്ല. 2 പേർക്കുണ്ട് പനി വന്ന് തൂങ്ങിയിരിക്കും. 2 കൂട്ടത്തിലുള്ള ഒരാൾ ചത്തുപോകുകയും ചെയ്തു. എന്നിട്ട് ഇവളുടേത് മാറുന്നില്ല. കുറേ ദിവസമായി പനി വന്നിട്ട് മാറുന്നില്ല. ഞാൻ എന്ത് ചെയ്യുന്നറിയാം, മരുന്ന് കൊടുത്ത് വന്നങ്ങോട്ട് ഒരു ദിവസം എന്തോ ചെയ്തെന്നറിയാം, ഇപ്പം പനിയൊക്കെ ഒരുമാതിരി തൂക്കം കുറവ് വന്നപ്പോൾ ഞാൻ എന്തോ ഇത് വിമറാൾ എടുത്തിട്ട് കുറച്ചങ്ങോട്ട് കൊടുക്കുക, ക്ഷീണം മാറട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരടപ്പ് വിമറാൾ എടുത്ത് അവിടോട്ട് വെച്ച് കൊടുക്കാനൊക്കെ നിന്ന് അപ്പം മോൻ എന്തിനൊക്കെയോ വഴക്കുണ്ടാക്കി. അപ്പോൾ അവനോട് അലച്ചും വിളിച്ചു അവിടോട്ട് നിന്ന് എന്ത് ചെയ്യോ, ഓർക്കാതെ എടുത്ത് ഈ ഒരടപ്പ് വിമറാളോ ഈ കോഴിക്ക് കൊടുത്തന്നേ. ഈ കോഴിക്ക് കൊടുത്ത് ഞാൻ ഓർത്ത് ചത്തുപോയി, ഓർക്കാതെ അങ്ങ് എടുത്ത് കൊടുത്തും പോയി. വായ അങ്ങോട്ട് പൊളിച്ച് അങ്ങ് ഒഴിച്ചു. എന്തോ ചെയ്യാനോ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഞാൻ ഓർത്ത് കോഴി ചത്ത് പോവായിരിക്കുന്നു. അങ്ങനെയൊക്കെ വിഷമിച്ച് നിന്ന് എന്തായാലും കോഴി ചത്തില്ല. പക്ഷേങ്കിൽ കോഴിയുടെ കണ്ണിൻ്റെ കാഴ്ച 2ഉം പോയി. ഞാൻ കഴിഞ്ഞ ദിവസവും ഡോക്ടറെ പോയി കണ്ട് വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓവർഡോസ് മരുന്ന് ചെന്ന് അതിൻ്റെ ഇതായി പോയതാണെന്ന് പറഞ്ഞു. ഇനി ഒരു രക്ഷയില്ല, മാറത്തില്ല എന്നാണ് പറയുന്നത്. പക്ഷേങ്കിൽ അവൾ തീറ്റയും വെള്ളവും എല്ലാം എടുക്കും, അതെല്ലാം ചെയ്യും. അവൾ നല്ല ഉഷാറാണ്. ഡെയിലി ഓരോ മുട്ടയിടും കേട്ടോ. ഉഷാറായതിന് ശേഷം ഡെയിലി ഓരോ മുട്ടയിടും. പക്ഷേ ഞാനൊരു 10 മിനിറ്റ് അവൾക്ക് വേണ്ടി മെനക്കെടും. കാരണം അവൾക്ക് തീറ്റയൊക്കെ വെച്ച് കൊടുത്ത് അവളെ കാണിച്ചു കൊടുത്ത് അവളെ കൊണ്ട് അത് മൊത്തം കഴിപ്പിച്ച് അവിടെ കൊക്കൊക്കെ നിറച്ച് എന്താ പറയുക, മറ്റു കോഴികളുടെ അടുത്ത് ഞാൻ ദിവസം 2 നേരമേ ചെല്ലത്തുള്ളൂ. ഇവിടെ അടുത്ത് ഒരു 4 നേരമെങ്കിലും ചെല്ലും. കാരണം ഇവർക്ക് വീണുന്ന എല്ലാം വെള്ളമൊക്കെ എപ്പോഴൊക്കെ വീണുന്നത് നമുക്കറിയത്തില്ലല്ലോ. ജനിച്ചപ്പോൾ തൊട്ട് കണ്ണ് കാണാവുന്ന ഒരാൾ പെട്ടെന്ന് കണ്ണ് കാണാതെ വരുന്ന ഒരവസ്ഥയെന്ന് ആലോചിച്ച് ചോദിക്കുക. അവരുടെ ഒരു ഇതേ, അതും എൻ്റെ ഭാഗത്തു നിന്ന് വന്നൊരു തെറ്റുകൂടായപ്പോൾ എനിക്കത് ഒട്ടും അങ്ങോട്ട് എന്താ പറയുന്നത്, നിങ്ങളോട് എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കൊടുത്ത മരുന്ന് ഞാൻ കാണിച്ചുതരാം. ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. അവൾ വെള്ളത്തിന് കിടന്നായിന്ന് ദോഷമല്ലേ. ബാക്കി ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് അവളെ കാണിച്ചു കൊടുത്ത് വെള്ളം ഇതിനകത്തുണ്ടെന്ന്. പുള്ളിക്കാരത്തി കണ്ടോ വെള്ളമൊക്കെ കുടിക്കുന്ന കേട്ടോ. എന്നാലും നമുക്കങ്ങ് ഇത് കണ്ടോ, ഒരു വല്ലാത്തൊരു നിസ്സഹായ ഒരു അവസ്ഥയാണ് കേട്ടോ. ഞാൻ ചെയ്തു പോയ ഒരു തെറ്റ് എന്താ പറയുന്നത്, ഓർക്കപ്പുറത്ത്. അതുകൊണ്ട് നിങ്ങൾ മരുന്നൊക്കെ കോഴികൾക്ക് കൊടുക്കുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ കണക്കിനും കാര്യങ്ങൾക്കും അനുസരിച്ച് മാത്രമേ കൊടുക്കാവൂ. ഒരിക്കലും ഓവർഡോസ്, ഒരു കോഴിയാണ്, ഒരു പ്രാണിയാണ്, ഓവർഡോസ് ഒരിക്കലും കൊടുക്കരുത് മരുന്നുകൾ. പ്രത്യേകിച്ച് വിമറാളൊക്കെ കേട്ടോ. വിമറാൾ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സാധനമാണ്. അത് ഓവർഡോസ് എന്നാൽ കോഴികൾക്ക് കണ്ണിന് കാഴ്ച നഷ്ടപ്പെടും. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. നിങ്ങളെ കാണിച്ച് വരെ തരുന്നത് ഞാൻ എൻ്റെ അനുഭവം കേട്ടോ. കോഴികളുടെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടും ഓവർഡോസ് ചെന്നാൽ. ഞാൻ ഇന്നലെയും പോയി ഡോക്ടറോട് സംസാരിച്ച് ഇതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. അവർ പറയുന്നത് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. നമ്മുടെ അടുത്തുള്ള മൃഗാശുപത്രിയിൽ പോയി സംസാരിച്ചോ. കാരണം എനിക്കങ്ങ് ഒരു കുറ്റബോധം മനസ്സ് നിറച്ച്, നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എൻ്റെ അവസ്ഥ. എനിക്കൊരു കുറ്റബോധമാണ്. ഞാൻ കാരണമാണല്ലോ ഞാൻ പൊന്നുപോലെ വളർത്തുന്ന ഒരു ജീവജാലത്തിന് അങ്ങനെ വന്നപ്പോൾ ഞാൻ കാരണമാണല്ലോ എന്നുള്ള ഒരു
എന്താ പറയുന്നേ, അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് തീറ്റ ഇപ്പം ഞാൻ കുറച്ച് നനച്ച് വെച്ച് കൊടുക്കാമെന്ന് പുള്ളിക്കാരത്തേക്ക് ഇഷ്ടം. തീറ്റയെക്കാളും കൂടുതൽ എൻ്റെ ഇപ്പം വെള്ളമാണ് കുടിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ കൊടുത്ത മരുന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഇനി വിമറാളെന്ന് പറഞ്ഞാൽ അറിയാത്തവരുണ്ടെങ്കിലേ അറിഞ്ഞിരുന്നോ ദാണ്ടെ ഈ സാധനമാണ് വിമറാൾ. ഈ സാധനമാണ് ഇതിനിതാ ഒരടപ്പ് ഇങ്ങനെ എടുത്തിട്ടാണ് ഞാൻ അങ്ങ് കൊടുത്തത്. ഒരടപ്പ്, ഈ ഒരു അടപ്പിന് കാണിച്ചു തരാവേ. നിങ്ങൾ ആലോചിച്ച് നോക്കിയത് ഇങ്ങനെ ഒരു അടപ്പ് എടുത്ത് ഞാൻ മാന്യമായിട്ട് അതിനിങ്ങനെ ഒരു അടപ്പ് നിറച്ചങ്ങ് കൊടുത്തു. അത് തട്ടിപ്പോ അതിൻ്റെ കണ്ണടിച്ച് പോയി, അതിന് വല്ല കുഴപ്പമുണ്ടോ? ഇങ്ങനെ ഒരടപ്പ് എടുത്ത് ഒരടപ്പ് വിമറാൾ കോഴിക്കാൻ കൊടുത്തു. ഡോക്ടർ പറഞ്ഞ് ഈ ഒരടപ്പ് എന്താ വെച്ചാൽ കുറേ അധികം കോഴികൾക്കൊന്നിച്ച് വെള്ളത്തിലൊഴിച്ച് കൊടുക്കുന്ന സാധനമാണെന്ന് പറഞ്ഞു. ആ സ്ഥാനത്താണ് ഞാൻ ഒരടപ്പെടുത്ത് ഒരു കോഴിക്ക് കൊടുത്തത്. അപ്പോൾ ദൈവത്തെ ഓർത്ത് ആരും ഈ സാധനം ഓവറായിട്ട് കോഴികൾക്ക് കൊടുക്കരുത്. ഇതെന്തിനൊക്കെയാണ് നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോഴികളുടെ ക്ഷീണം മാറാനേ, ടെൻഷൻ മാറാനേ ഒക്കെ നല്ലതാണ്. കോഴികൾ നമ്മൾ ദൂര സ്ഥലത്തു നിന്നൊക്കെ കൊണ്ടുവന്നു, അപ്പോൾ അവർക്ക് ടെൻഷനൊക്കെ ആയിട്ട് നമ്മൾ വണ്ടി യാത്രയൊക്കെ ചെയ്ത് വരുമ്പോൾ ഭയങ്കര ടെൻഷനൊക്കെ ആവുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവസരത്തിൽ ഇതേൽ സ്വല്പം കൊടുക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഓവർഡോസ് എടുത്ത് ഒരിക്കലും കൊടുക്കരുത്. ഓവർഡോസ് കൊടുത്തു കഴിഞ്ഞാൽ കാഴ്ച നഷ്ടപ്പെടും. കുറേ അധികം കോഴികൾക്ക് ഇതിന് ഒരടപ്പെടുത്ത് വെള്ളത്തിൽ കലക്കി കൊടുക്കുകയേ ചെയ്യാവൂ കേട്ടോ. അപ്പോൾ വിമറാൾ ഒരിക്കലും അമിതമായിട്ട് ഒരു കോഴികൾക്കും കൊടുക്കരുത്. അത് ഒരടപ്പെടുത്ത് കുറച്ചെടുത്തിട്ട് കുറേ അധികം കോഴികൾക്ക് കുറേ അധികം വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. 1 ലിറ്റർ വെള്ളത്തിന് ഒരടപ്പ് എന്ന കണക്കിൽ കൊടുക്കാവൂ കേട്ടോ. അത്രയൊക്കെ മതി. ഞാനിനി അതൊക്കെ സൂക്ഷിക്കും കേട്ടോ. ഇതുപോലുള്ള മണ്ടത്തരമൊന്നും ആരും ചെയ്യരുതേ. അപ്പോൾ അവൾക്ക് അതുകൊണ്ട് അവളെ ഇവിടുന്ന് അഴിച്ചൊന്നും വിടത്തില്ല, മറ്റു കോഴികളുടെ കൂടെ പുറത്തൊന്നും വിടത്തില്ല. അവൾക്ക് ഇവിടെ തന്നെ ഇട്ട് തീറ്റയും വെള്ളമൊക്കെ നമ്മൾ കൊടുക്കുക ചെയ്യുന്നത്. അവളുടെ എല്ലാ കാര്യങ്ങളും ഇത് കണ്ടോ. ഇപ്പോൾ ഒരു പാത്രം വെള്ളം വെച്ച് കൊടുത്ത് അത് മൊത്തം പുള്ളിക്കാരത്തി കുടിച്ചു. എന്നും എനിക്കോരോ മുട്ടയും തരുമെന്നേ. കഷ്ടമല്ലേ, ഞാൻ ചെയ്ത ഒരു ക്രൂരത പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും, നിങ്ങൾക്കൊക്കെ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് ഇടുകയും നമ്മുടെ ഈ കുഞ്ഞൻ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, മറക്കരുതേ.